കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ പ്രതികൾക്ക് ജാമ്യം ലഭിച്ചതിനു പിന്നിൽ ഒത്തുകളിയുണ്ടായോ? ഉണ്ടായെന്ന് സംശയിക്കത്തക്ക രീതിയിലുള്ള നീക്കങ്ങളാണ് ഇഡിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ തെരഞ്ഞെടുപ്പിന് ശേഷം ഇഡി പ്രത്യേകിച്ച് നടപടികളൊന്നും മുന്നോട്ട് കൊണ്ടുപോയിരുന്നില്ല. കേസിൽ കൂടുതൽ അന്വേഷണവും നടന്നില്ല. തെരഞ്ഞെടുപ്പിന് മുമ്പ് CPIMന്റെ പ്രമുഖ നേതാക്കൾ അടക്കമുള്ളവർക്ക് നോട്ടീസ് നൽകുകയും ചിലരിൽ നിന്നും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയായിരുന്ന സുരേഷ് ഗോപി വിജയിക്കുകയും കേന്ദ്രമന്ത്രിയാവുകയും ചെയ്തതോടെ കരുവന്നൂർ കേസിൽ താൽപര്യം കുറയുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ കുന്നംകുളത്തെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കരുവന്നൂർ കേസിൽ കുറ്റക്കാരായ എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും നഷ്ടപ്പെട്ട പണം മുഴുവൻ വീണ്ടെടുത്ത് നിക്ഷേപകർക്ക് നൽകാനുള്ള നടപടി ഉണ്ടാകുമെന്നും പ്രഖ്യാപിച്ചിരുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം ഈ കേസിൽ ഒരു നീക്കവും ഉണ്ടായില്ല. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക, നിക്ഷേപകർക്ക് പണം മടക്കി നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തി സുരേഷ് ഗോപി നടത്തിയ പ്രക്ഷോഭ യാത്രയും ഏറെ പ്രതീക്ഷകളാണ് ഉണ്ടാക്കിയിരുന്നത്. എന്നാൽ കരുവന്നൂർ ബാങ്കിലെ വഞ്ചിക്കപ്പെട്ട നിക്ഷേപകരുടെ കാര്യത്തിൽ BJP ഇപ്പോൾ മൗനത്തിലാണ്. ഇഡിയുടെ അന്വേഷണം കഴിഞ്ഞ 6 മാസത്തിലേറെയായി ഏതാണ്ട് മരവിച്ചിരിക്കുകയാണ്. ഇഡി ഈ കേസിൽ ഇനി മുന്നോട്ട് പോകാനുള്ള സാധ്യതയ്ക്ക് മങ്ങലേറ്റതായാണ് നിക്ഷേപകരും ആരോപിക്കുന്നത്. ഇഡി അന്വേഷണത്തിൽ നിന്നും പിറകോട്ട് പോയതോടെയാണ് കേസിൽ ജയിലിലായിരുന്ന അരവിന്ദാക്ഷനും ബാങ്കിലെ ജീവനക്കാരനായിരുന്ന ജിൻസിലിനും ജാമ്യം ലഭിച്ചതെന്നാണ് ഉയരുന്ന ആരോപണം. അരവിന്ദാക്ഷൻ ഈ കേസിൽ കുറ്റക്കാരനല്ലെന്നാണ് CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് പ്രതികരിച്ചത്. കേസിൽ വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് അരവിന്ദാക്ഷനെ അറസ്റ്റ് ചെയ്തതെന്ന് വ്യക്തമാക്കിയിരുന്ന ഇഡിയുടെ നിലപാട് മയപ്പെട്ടതോടെയാണ് ഇവർക്ക് ജാമ്യം ലഭിച്ചതെന്നാണ് ആരോപണമുള്ളത്. ഇഡി സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും ജാമ്യം റദ്ദാക്കാൻ ആവശ്യമുന്നയിക്കുമെന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന പ്രതികരണം. കൊടകര കുഴൽപ്പണ കേസിൽ അന്വേഷണം എവിടെയും എത്താതെ പോയതിന് കാരണം കരുവന്നൂർ കേസാണെന്ന് നേരത്തെ തന്നെ കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചിരുന്നു. കരുവന്നൂരിൽ ഇഡി അന്വേഷണം പ്രമുഖ നേതാക്കളുടെ അടുത്ത് വരെ എത്തിയിട്ടും ആരെയും തൊടാതെ പോയത് ഉന്നതങ്ങളിലെ ഇടപെടൽ മൂലമെന്ന ആരോപണവും നേരത്തെ ഉയർന്നിരുന്നു. കൊടകരയിൽ വന്നത് BJPയുടെ കുഴൽപ്പണമാണെന്ന് വ്യക്തമായ തെളിവുകളുമായി BJP ഓഫീസ് സെക്രട്ടറി ആയിരുന്ന തിരൂർ സതീഷ് രംഗത്തെത്തിയതും അന്വേഷണം വീണ്ടും പ്രഖ്യാപിക്കുകയും ചെയ്തതും BJP കേന്ദ്രങ്ങളെ ആശങ്കയിലാക്കിയിരുന്നു. ഇതോടെ കരുവന്നൂർ കേസിൽ ഇഡി മുന്നോട്ട് പോകാനുള്ള സാധ്യതയും കുറയുകയാണ്. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ നടക്കുന്ന SFIO അന്വേഷണത്തിന്റെ കാലാവധി കഴിഞ്ഞിട്ടും തുടർ നടപടികൾ എന്തെന്നും വ്യക്തമല്ല. കേസുകൾ പരസ്പരം ഒത്തുതീർന്ന് എല്ലാവരും സുരക്ഷിതരാകുന്നതാണ് കേരളത്തിലെ പുതിയ രാഷ്ട്രീയം. എല്ലാവരും പരസ്പരം സഹായിച്ചും സംരക്ഷിച്ചുമുള്ള രാഷ്ട്രീയ നീക്കങ്ങളും സുരക്ഷിതമായ നിലപാടുകളും കൈക്കൊള്ളുന്ന CPIM BJP നിലപാട് വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന് തന്നെയാണ് കണക്കുകൂട്ടലുകൾ.